ഇന്നത്തെ ഞായറാഴ്ച നമുക്ക് ചെറുതായിട്ടൊന്ന് പറഞ്ഞാലോ. പറക്കണ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലില്ലേ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇതാ തട്ടിയും മുട്ടിയും തന്നെ ഓരോ ദിവസം കടന്നു പോണത്. അപ്പോൾ എല്ലാ കാര്യത്തിനും നല്ല കാര്യത്തിന് ഒരുങ്ങുമ്പോൾ ഒരു ഭക്തി നല്ലതാണല്ലോ. അപ്പം ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പം ഞാൻ രാവിലെ തന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെയും കൂട്ടിയാണ് അമ്പലത്തിൽ തൊഴാനാണ്ട് പോകുന്നത് കേട്ടോ. കുറേ ദിവസമായി അമ്പലത്തിൽ പോരെന്ന് വിചാരിച്ച് നോക്കുമ്പം ഇതുവരെ നടന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ 2026 ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു അമ്പലത്തിൽ പോണത്. അങ്ങനെ അമ്പലത്തിലൊക്കെ വന്ന് ചീട്ട് എഴുതിക്കാൻ നിൽക്കട്ടെ കേട്ടോ. നമ്മളെ വകയായിട്ട് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. അപ്പം ഞങ്ങളിതാ പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കാൻ പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞ് സമാധാനമായി. കുറച്ച് എന്തൊക്കെയോ ഇറക്കി വെക്കാനുണ്ടായിരുന്നു. അതങ്ങോട്ട് ഇറക്കി വെച്ചപ്പോണ്ടല്ലോ ശാന്തം സമാധാനമായിട്ടുണ്ട്. അങ്ങനെ അമ്പലത്തിലൊക്കെ ഇറങ്ങി വന്നിട്ട് പിന്നെ പരിപാടി അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. ഞാനൊരു ചെറിയൊരു യൂട്യൂബർ ആയത് കാരണം ഇത്തിരി ഫോട്ടോസും വീഡിയോസും നമ്മൾ പോണതിൻ്റെ ആയിക്കൂടെ ഇങ്ങനെ എടുത്തിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. നമുക്ക് എന്തെങ്കിലും കണ്ടൻറ്റ് വേണമല്ലോ. അങ്ങനെ കണ്ടൻറ്റ് ഞാൻ ഇതാകണം പുറത്ത് കൂടെ അമ്പലത്തിൻ്റെ ചുറ്റോറൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. അമ്പലം എന്നൊക്കെ പറയുന്നത് പ്രൈവസി ആണല്ലോ അല്ലേ. അപ്പോൾ അതങ്ങനെ എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ചുറ്റോറുണ്ട് വീഡിയോ എടുത്തപ്പം പ്രകൃതിയും രമണിയും എല്ലാവരും കൂടി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പോന്നു. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. നമ്മൾ സ്വന്തം ചാലിയാറിൻ്റെ തീരത്ത് നല്ല മനോഹരമായിട്ട് ഒഴുകിയും കൊണ്ട് നിൽക്കണം ചാലിയാറിൻ്റെ തീരത്ത് നമ്മളെ ശിവക്ഷേത്രം വരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ തൊഴുത് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു പകുതി മുക്കാൽ ഭാരം അങ്ങോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം ആ ഭാരങ്ങളൊക്കെ തിരിച്ച് വാങ്ങാനായിട്ട്. അങ്ങനെ ഉണ്ടല്ലോ അല്ലേ. അമ്പലത്തിൽ വരുമ്പോൾ പിന്നെ ഫുള്ള് ബ്ലാങ്ക് ആയിരിക്കും. പിന്നെ വീട്ടിലെത്തുമ്പോൾ പിന്നെ ആ പഴയ പടി തന്നെ നമ്മളെ മൈൻഡിലേക്ക് വന്നുകൊണ്ട് നിൽക്കും. അതങ്ങനെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പ്രാർത്ഥനയും ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞേരെ ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ 3-4 ഡോഗുകൾ കിടക്കുന്നുണ്ട് കേട്ടോ. ബസ്സിനോട് പറഞ്ഞ പോലെ തന്നെ ബസ്സിലേക്ക് വല്ലാതായിട്ടാണ്ട് ഇഷ്ടമൊന്നുമില്ല. എന്നാലും ഇങ്ങോട്ട് നിവൃത്തികേടില്ലാതെ അങ്ങോട്ട് കയറുകയാണെന്നും പറഞ്ഞില്ല. അതേപോലെയാണ് എൻ്റെ കാര്യം. പട്ടീനെ ഇഷ്ടമില്ലായ്മയൊന്നുമില്ല, എന്നാലും പേടിയാണ്. അപ്പോൾ അതിൻ്റെ ഓരത്ത് കൂടെ അങ്ങോട്ട് പോകുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഷട പട പരിപാടി തന്നെയായിരുന്നു. ചായയും കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. മക്കൾ നീച്ചിട്ടില്ലായിരുന്നു ആ നേരം. അങ്ങനെ ഞങ്ങൾ ഓടിച്ചാടി പോയി വേഗം പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊന്നും മാറാനായിട്ട് നിന്നതൊന്നുമില്ല. വേഗം ചായയും കടി ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചു. നല്ല ഉഷാറൻ സാമ്പാർ വെക്കുന്നുണ്ട്. കുറച്ച് സാമ്പാർ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇഡ്ഡലിയാണ് വെക്കാനുള്ളത്. പെട്ടെന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ തന്നെ എന്നോട് തന്നെ പറഞ്ഞു പെട്ടെന്ന് ആയിക്കോട്ടെ, 5 മിനിറ്റും കൂടി ഉള്ളൂന്നില്ലേ. അപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു മാക്സിമം സ്പീഡിലാണ് പണിയെടുക്കുന്നത്. വേറൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഞായറാഴ്ചയല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങാൻ പോയാലോ എന്നുള്ളത്. പൊതുവേ നമ്മൾ ഇതങ്ങനെ മുറ്റത്ത് നിന്നിട്ട് കണ്ട് സ്വന്തം കണ്ട് കറങ്ങലാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തമ്മ ചുറ്റി പിടിച്ചങ്ങോട്ട് കറങ്ങലാണ് പൊതുവേ. മൂപ്പര് കറങ്ങാൻ പോകുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എന്നോട് പറയൽ. ഞാൻ മുറ്റത്ത് കിടന്ന് 4 കറക്കം കറങ്ങിക്കോ, അത് തന്നെ എൻ്റെ കറക്കം എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു മൂപ്പര് ഒഴിവാക്കിയാണ്ട് കറങ്ങാൻ പോയാലോ. അങ്ങനെ അതിനുള്ള ഒരുക്കപ്പാടിലാണ് ഞാൻ. പക്ഷേ നമ്മൾ കറങ്ങാൻ പോകുന്നതിന് മുന്നേ തന്നെ മൂപ്പർക്കില്ലതും പോത്താക്കില്ലതൊക്കെ ആക്കി വെക്കണം. ഓടിപ്പോയാണ്ട് പോത്തക്കട് കാടി കൊടുത്തിട്ടോ. പിന്നെയാണ് ചായയും കടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഞാൻ തിരിഞ്ഞത്. പിന്നെ ഇത്തിരി ചോറ് വെക്കണം. സാമ്പാറായതുകൊണ്ട് ഒരു വെടിക്ക് 2 വിഷയമാണല്ലോ. രാവിലെയും കൂട്ടാം, ഉച്ചക്കും കൂട്ടാം, ബാക്കി ഉണ്ടെങ്കിൽ വൈകുന്നേരം കൂട്ടാം. അത് വിചാരിച്ചു ഞാൻ. അപ്പം അങ്ങനെ സാമ്പാർ വേഗം അടുപ്പത്ത് കുക്കറിലിട്ടാണ്ട് 2 കൂക്കലാണ് കൂക്കി നമ്മളെ സാമ്പാറായി. ഇഡ്ഡലി തട്ടിൽ ഇതാക്കണത് മാവ് ഒഴിച്ചാൽ വേഗം നമ്മളെ ഇഡ്ഡലി ആയിട്ടോ. അതും കൂടി ആയി കഴിഞ്ഞാൽ വേഗം മൂപ്പർക്ക് കൊണ്ടു കൊടുക്കാനുള്ളതാണ് കേട്ടോ. അതിൻ്റെ ഇടയിലും പോത്തുകളെ കൊണ്ട് കെട്ടുമാണല്ലോ. പുഴേൻ്റെ അവിടെ കൊണ്ട് കെട്ടുമാണ്. മുൽക്ക് വെള്ളത്തിൽ തീറ്റയും കൂടിയും അങ്ങനെ കിടക്കലും കുളിക്കലും എന്ന് പറഞ്ഞാൽ ഓല പണി അങ്ങനെ കഴിച്ചു ഓല ഇവിടെ ആക്കി കൊടുത്താൽ മതി. മൂപ്പർക്ക് ഇവിടെ തന്നെയാണ് പണി. അങ്ങനെ ഡ്രസ്സും കൂടി മാറാതെ ഞാനിതാ വേഗം ആ ഇഡ്ഡലിയും ചായയും വെള്ളവും ബാഗും കുടയും വടി എന്ന് പറഞ്ഞായിരിക്കും ഒരുവിധം സാധനങ്ങളൊക്കെ എടുത്ത് പോത്തുകളായിട്ട് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാവരും കെട്ടിയിട്ടിട്ട് വേണം പോകാനായിട്ട്. അങ്ങനെ മൂപ്പരോട് ചാറ്റിയും പറഞ്ഞ് ഞങ്ങൾ പോകാൻ നിൽക്കട്ടോ. നമ്മൾ ഡ്രൈവറെ എപ്പോഴെങ്കിലൊക്കെ കിട്ടുകയുള്ളൂ. നമ്മളാ ഒരു ഇതിനൊന്നും കിട്ടൂല. അപ്പോൾ ഡ്രൈവറെ എപ്പോഴാണ് കിട്ടുന്നത് അപ്പോഴാണ് നമുക്ക് പറക്കാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ വാഴക്കുലയൊക്കെ എടുത്തിട്ടുണ്ട്. അമ്മക്ക് കൊടുക്കാനുള്ളതാണ്. ഇന്നിപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകുകയാണ്. കുറേ ദിവസമായില്ലേ വീട് കണ്ടിട്ട്. നമ്മളെ സ്വന്തം വീട് കണ്ടിട്ട് കുറേ ദിവസമായി. അപ്പം അമ്മക്ക് ഇതാക്കണ് പഴുത്തതും പഴുക്കാത്തതും ചെള്ളുമായ കുറച്ച് കൊലകളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം എല്ലാവരും ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഇടവണ്ണ കൂടെയാണ് പോണ്. അനിയത്തിനെയും മക്കളെയൊക്കെ എടുത്തിട്ട് വേണം പോകാനായിട്ട്. ഇന്ന് ഞങ്ങൾക്ക് ഫുള്ള് ഫ്രീഡം തന്നിട്ടുണ്ട് നമ്മളെ പുതിയാപ്പിളാരൊക്കെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇനി വൈകുന്നേരത്തെ കയറണുള്ളൂ. ഒരു 10-11 മണി ആയപ്പോഴാണ് ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടുന്നത് തന്നെ. അപ്പോൾ ഈ ഡ്രസ്സൊക്കെ ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഒന്ന് നമ്മൾ സഞ്ചി കൊണ്ട് അടിച്ചതും ഇതിൻ്റെ വീഡിയോ വരുന്നുള്ളൂ കേട്ടോ. ഇതിൻ്റെ കഥ വേറെ ഉണ്ട്. മൂപ്പർക്ക് ഇതാക്കണ ഒരു 2.5 മീറ്റർ ഷർട്ടും പീസ് എടുത്തതാണ് കേട്ടോ. എങ്ങനെയോ തട്ടിയൊപ്പിച്ച് വിലക്കുറവിൽ കിട്ടിയതാണ്. അപ്പോൾ മൂപ്പരാൾക്ക് ഇതാക്കണം
ഒരു ഷർട്ട് അടിച്ചതിൻ്റെ ബാക്കി തുണി ഉണ്ടായിരുന്നു. അപ്പോൾ അറിയാലോ, എൻ്റെ കയ്യിലൊരു തുണി കിട്ടിയാൽ പിന്നെ അതെന്തെങ്കിലും ആക്കി തീർക്കുക, അതൊക്കെയൊരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ ഇതാക്കുന്ന ചെറിയൊരു ടോപ്പ് അടിച്ചതാണ്. പിന്നെ ഇതിൻ്റെ കാര്യം പറയണ്ടല്ലോ, ഇതാണ് നമ്മളെ സഞ്ചി, 2 സഞ്ചി കിട്ടിയെന്ന് പറഞ്ഞില്ലേ മൃഗാശുപത്രിയിൽ നിന്ന് 2 സഞ്ചിയിൽ മരുന്ന് കിട്ടിയെന്ന്. ആ സഞ്ചി ഞാൻ എടുത്തിട്ട് ഒന്ന് ടോപ്പ് അടിച്ചതാണ്. കൈ പൊള്ളി കൊച്ചുവേ എന്നെ തുണി തോർത്തുകൊണ്ട് കൊണ്ട് ചോറ് ഊറ്റിയതാണ്. കൊയ്യൊക്കെ ബേജാറും എത്തപ്പാടും കൂടുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും. ചോറൊന്ന് വാർത്ത് വെച്ചതാണ്, കയ്യുമ്പോൾ കൂടെ കഞ്ഞിവെള്ളം ചിന്തി ഭയങ്കര പൊള്ളലുണ്ടായിരുന്നുണ്ട്, അങ്ങനെ വിങ്ങലുണ്ടായിരുന്നു. അതിൽ ഞാൻ തോർത്തുമുണ്ട് വെള്ളം നനച്ചാണ്ട് കയ്യുമ്പോൾ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്നത്. ഏതായാലും പോരാതെ നിൽക്കാൻ വെച്ചല്ലോ, ഉഷാറായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇറങ്ങി ഞാൻ ഇല്ല എന്ന് പറയുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ തന്നെ അങ്ങോട്ട് ഇറങ്ങി മുന്നേക്ക്. നല്ല വേദന ഉണ്ടായിരുന്നുണ്ട്, കഞ്ഞിവെള്ളം ചൂടുള്ള കഞ്ഞിവെള്ളം കയ്യുമ്പോൾ ഇങ്ങനെ വാർത്തപ്പോൾ അങ്ങനെ ഭാഗ്യമുണ്ട് മേലിൽ കൂടെ ഒന്നും ചിന്താത്തത്. കയ്യുമ്മൽ വല്ലാതൊന്നുമില്ല, ചോന്ന കളറായിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ അനിയത്തിനെ എരുമക്കളെയും കുട്ടികളൊക്കെ പിടിച്ച് കൂട്ടി ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ബാക്ക് ടു ഹോം അതന്നെ. ബാക്ക് ടു ഹോം. പിന്നെ അങ്ങോട്ട് തിരിഞ്ഞങ്ങോട്ട് അമ്മനെ കാണണമെങ്കിൽ ഇതൊക്കെ ആസ്ഥാനത്തേക്ക് വരണം കേട്ടോ, എന്നാലാണ് അമ്മനെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അമ്മ പണി എടുക്കണ ഹോട്ടലിൽ ചെന്നാലേ അമ്മനെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്മക്ക് ഇവിടെ പണിയുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിവിടെ കുറച്ച് നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ്, നമുക്ക് നേരമൊന്നുമില്ല എന്നാലും ഞങ്ങളോട് അതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് ചോറൊക്കെ തന്നു കേട്ടോ. അപ്പോൾ ഹോട്ടലിൽ ചെന്നാൽ മിക്കവാറും ചായ അല്ലെങ്കിൽ കടി ഇല്ലെങ്കിൽ ഇതങ്ങനെ ചോറ്, അങ്ങനെ എന്തെങ്കിലും പതിവുണ്ട് ഇവിടുത്തവർക്ക്. അപ്പോൾ ഞങ്ങൾ ചോറൊക്കെ തിന്നു. ഏതായാലും വീട്ടിൽ പോയി അമ്മനോട് ഒത്തിരി നേരം വർത്താനം പറയാനൊന്നും നേരമല്ല. അപ്പം അമ്മ പറഞ്ഞ് ഇവിടുന്ന് ചോറ് നോളിയിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ബിരിയാണി അങ്ങോട്ട് തട്ടിയിട്ടിട്ട് നല്ല ബിരിയാണി ആയിരുന്നു. ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി അങ്ങനെയൊക്കെ ഞങ്ങളൊക്കെ വാങ്ങി തിന്ന് ഇങ്ങോട്ട് പോന്നു. അമ്മനെ മുടിച്ച് പോകുന്നു എന്ന് പറഞ്ഞാൽ പോരെ. അങ്ങനെ പിന്നെ കഴിഞ്ഞേരെ വീട്ടിൽ ചെന്നിട്ടോ. വീട്ടിൽ പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ആരും ഉണ്ടാവലില്ല. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് വീട്ടിലേക്ക് ചെല്ലാൻ ഒരു രസമല്ല കേട്ടോ. അമ്മ ഉണ്ടെങ്കിലല്ല വീട്ടിൽ ചെല്ലാൻ ഒരു രസം ഉണ്ടാവുകയുള്ളൂ. അമ്മ വൈകുന്നേരത്തെ വരുള്ളൂ. അപ്പോൾ തൊട്ടടുത്ത് തന്നെ അമ്മ പണിയെടുക്കുന്ന നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത ഹോട്ടലിൽ തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ കൊണ്ടുവന്ന സാധനം അതാക്കുന്നത് ഞങ്ങൾ ഏട്ടത്തി അനിയത്തിയും കൂടിയിട്ട് വീട്ടിലെത്തിക്കാൻ നോക്കട്ടെ. അവിടെ ഞങ്ങളുടെ കുട്ടികളുണ്ട് കേട്ടോ. അപ്പോൾ ഓലക്കൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ചെന്ന് പിന്നെ അതൊക്കെ അവിടെ കൈമാറ്റം ചെയ്താണ്ട് ഞങ്ങൾ വേഗം തിരിച്ചിറങ്ങിയിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ നിന്ന് വേഗം ഇറങ്ങിയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ട്. കാരണം നമുക്ക് ഒരു നേരം നിൽക്കാൻ കയ്യിലും കാലിലും നിൽക്കാനുള്ള ഒഴിവില്ല. അപ്പോൾ കുറേ നേരം അവിടെ നിന്നിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ അമ്മനെയും ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇതാക്കണം, ഞങ്ങളെ പരിപാടികളൊക്കെ കഴിച്ച് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാനൊക്കെ ഇതാക്കണം ചെറുപ്പത്തിൽ ഓടിക്കളിച്ച് നടന്ന ആ ഒരു ഏരിയ ഭാഗത്താണ്, നമ്മൾ അകമ്പാടം ലാസ്റ്റാണ് കേട്ടോ. കുറേ ആൾക്കാർക്ക് അറിയുണ്ടാവും, കുറേ ആൾക്കാർക്ക് പുതിയതാർക്ക് അറിയുണ്ടാവില്ല. അപ്പോൾ നമ്മളെ വീട് അകമ്പാടത്തു നിന്നാണ്. അകമ്പാടത്തു നിന്നൊക്കെ പോന്ന് പിന്നെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ദാഹം ഉണ്ടല്ലോ, ദാഹം കൂടുതലാണല്ലോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ദാഹിക്കാതെ എങ്ങനെ ഇപ്പം ശരിയാകുക. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഇളനീരും അതേപോലെ തന്നെ കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ച് കനോലീൻ്റെ അവിടെ കുറച്ച് നേരം അങ്ങോട്ട് ആടിപ്പാടി ഇങ്ങോട്ട് തിന്നിട്ടോ. നല്ല ദാഹമായിരുന്നു, ബിരിയാണിയൊക്കെ തിന്നാനല്ലോ. അപ്പം നല്ല ദാഹം ഉണ്ടായിരുന്നു. അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇതാക്കണം, ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ വെള്ളമൊക്കെ കുടിച്ച് പിന്നെ ഉപ്പിലിട്ടൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി തിന്ന് ഏതായാലും കൊണ്ടുവന്ന പൈസ അങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ട് ചിലവാക്കി അങ്ങോട്ട് തിരിച്ചൊന്നും കൊണ്ടുപോകില്ല എന്നുള്ള പ്രതിജ്ഞയോട് കൂടിയാണ് ഞാനും അനിയത്തിയും പുറപ്പെട്ടത്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ദൂർത്തടിയല്ല കേട്ടോ, എപ്പോഴെങ്കിലും അല്ല ഇങ്ങനെ കാണലുള്ളൂ. കുട്ടികളാകുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ, കെട്ടിച്ചാൽ ഭാഗത്ത് കൂടെയാണല്ലോ. പിന്നെ ഇങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ കൂടുമ്പോഴേ ഉള്ളൂ, എപ്പോഴും നമുക്കിത് കഴിയൂലല്ലോ. അങ്ങനെ ഇതാക്കണ്. ഏതായാലും എന്തിനു പറയണേ. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. എന്തൊക്കെയോ വാങ്ങി തിന്നുണ്ട്, മാങ്ങ, നെല്ലിക്ക എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അതിലേക്ക് ചെറിയ ആപ്പിളുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഇതാക്കണം ഓരോരുത്തരും മാങ്ങയെ വാങ്ങി, ഞാൻ പൈനാപ്പിളാണ് വാങ്ങി. അപ്പോൾ എല്ലാവരും ഇരുന്ന് ഇങ്ങോട്ട് തിന്നാണ്. ഞങ്ങൾ ഓട്ടോറിക്ഷക്കാരൻ ഞങ്ങളൊത്ത ഒരാളായതുകൊണ്ടും തിരക്കടില്ല. മൂപ്പർക്ക് നമ്മളെ കണ്ണനും നല്ല ചിലവുണ്ട് കേട്ടോ. നല്ല ചിലവല്ല, ഇങ്ങനെ ഞങ്ങളപ്പം പോരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ വാങ്ങി തിന്നാൻ പറ്റുള്ളൂ. അല്ലെ ഇപ്പം ഓന് നമുക്ക് വാങ്ങി തരേണ്ടി വരൂല്ലേ കുറച്ചുകൂടി കഴിഞ്ഞാലേ. ഇപ്പം നമ്മുടെ അടുത്ത് നിന്ന് എത്രത്തോളം നിങ്ങൾക്ക് ഊറ്റാൻ കഴിയുണ്ട് അതൊക്കെയാണ് ഊറ്റിക്കൊണ്ട് നിൽക്കണം. അപ്പം അനിയത്തി ഇതങ്ങനെ എന്തൊക്കെയോ കടിച്ച് വലിച്ച് തിന്നുന്നുണ്ട്, വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തിന്നുകയാണ്.
അപ്പം അവിടെ ഇതാക്കി നമ്മൾ ഡ്രൈവറാണ് തിന്നുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ. ഫോൺ ചെയ്തൊക്കെ അങ്ങനെ അങ്ങനെ തിന്നുന്നുണ്ട്. ഞങ്ങൾ ഇതാക്കണം ഇവിടെ കുറച്ച് പായസം പോകാൻ കാഴ്ചയാണ് പോകുന്നത്. ഒരു 10 രൂപ എൻ്റെ അടുത്തില്ല, എൻ്റെ അടുത്ത് 20 രൂപ. ഫോട്ടോ എടുക്കാനേ എടുക്കണ പോകുന്നു. അല്ലേ അങ്ങനെ ആ ദാഹം അങ്ങോട്ട് തീർന്ന് കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് പോകുന്നപ്പോൾ ബിരിയാണിക്കില്ല ഒരു ദാഹിന്ന് അതൊന്ന് തീർന്ന് കിട്ടി. പിന്നെ നമ്മൾ കനോലിയിൽ നിന്ന് ഒരു വെള്ളം കുടിച്ചല്ലോ, ആ ഒരു ദാഹം കഴിഞ്ഞ്. പിന്നെ ഉച്ച കഴിഞ്ഞല്ലോ, ഉച്ച കഴിഞ്ഞ് ഒരു 4-4:30 ആയപ്പോഴാണ് നമ്മൾ ഇടവണ്ണ എത്തിയത്. അതിന് മുന്നേ എത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കറങ്ങടിച്ച് ആക്കം പോലെ പാട്ടും പാടിയിട്ടാണ് പോകുന്നത്. 8:10 എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ നിലമ്പൂരിൽ നിന്ന് ഇടവണ്ണക്ക് അത്ര ദൂരമൊന്നുമില്ല, എന്നാലും ആക്കം പോലെ ഞങ്ങളോട് പോകുന്നു. ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ അനിയത്തിൻ്റെ വീട്ടിൽ കൊണ്ടാക്കി വേണം, പിന്നെ നമുക്ക് തിന്നിട്ട് വേണം നമുക്ക് തിരിച്ച് പോരാനായിട്ട്. പിന്നെ ലാസ്റ്റായിട്ട് നമുക്ക് എന്തെങ്കിലും കൂടി തിന്നാലോ, ചായ കുടിക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചത് നല്ല ചൂടാണല്ലോ, അപ്പോൾ അവിൽ മിൽക്ക് കുടിക്കാമെന്ന് വിചാരിച്ച് മഞ്ഞപ്പീടിയ കയറി അവിൽ മിൽക്കും കുടിച്ച് ഞങ്ങളുണ്ട് ഇറങ്ങിപ്പോയത്. ഇന്നത്തെ ദിവസം ഏതായാലും പറന്ന് ഒരു 5-5:30 ആയപ്പോഴത്തേന് നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു സമാധാനം, ഇനിയിപ്പോൾ എന്നാൽ ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും വീഡിയോ വിശേഷങ്ങളും ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് കൂടി ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ ഹൈപ്പും കൂടി അടിച്ചോളി. ഇതേപോലത്തെ വീഡിയോസാണ് നമ്മളെ ചാനലിൽ ഒരുപാട് വരുന്നത്. അപ്പോൾ ഒന്ന് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. കുറച്ച് ഫോട്ടോസ് കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നാട്ടുംപുറവും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റ ബൈ ബൈ, സീ യു.